മക്കളെ, ഒരു മിനിറ്റ് കൊണ്ട് നമ്മൾ ഇൻസ്പിരേഷൻ ആൻഡ് എക്സ്പിരേഷനിലെ ചേഞ്ചസ് ഒന്ന് വേഗം പഠിച്ചാലോ? നോക്ക് മക്കളെ, ഇൻസ്പിരേഷനിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന റിബ്സ്, അതുപോലെ തന്നെ നമ്മുടെ റിബ്സിന്റെ ഇടയിലുള്ള ഇന്റർകോസ്റ്റൽ മസിൽസ് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. ഇന്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ അവിടെ റിബ്സ് എന്ത് ചെയ്യുന്നു? റൈസ് ചെയ്യുന്നു, ഉയരുന്നു. അപ്പൊ ഇന്റർകോസ്റ്റൽ മസിൽ സങ്കോചിക്കുമ്പോൾ റിബ്സ് ഉയരുന്നു. അതേസമയം ഡയഫ്രം എന്ത് ചെയ്യുന്നു? കോൺട്രാക്ട് ചെയ്ത് ഫ്ലാറ്റഡായി താഴോട്ട് പോകുന്നു. ഈ ഫ്ലാറ്റഡായി താഴോട്ട് പോകുമ്പോൾ അവിടുത്തെ വോളിയം ഓഫ് തൊറാസിക് ക്യാവിറ്റി ഇൻക്രീസ് ആവുന്നു. വോളിയം കൂടുമ്പോൾ അവിടുത്തെ പ്രഷർ കുറയുന്നു. പ്രഷർ കുറയുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടേക്ക് എയർ കൂടുതലായിട്ട് വരുന്നു. സോ അതാണ് ഇൻസ്പിരേഷൻ. എയർ എങ്ങോട്ട് കയറുന്നു? ലങ്സിന്റെ ഉള്ളിലേക്ക് കയറുന്നു. എന്നാൽ എക്സ്പിരേഷൻ അല്ലെങ്കിൽ നിശ്വാസത്തിന്റെ സമയത്തോ നമ്മുടെ ഇന്റർകോസ്റ്റൽ മസിൽസ് എന്ത് ചെയ്യുന്നു? പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. അപ്പോൾ ഉയർന്ന റിബ്സ് എന്ത് ചെയ്യുന്നു? താഴേക്കാവുന്നു. ആ റിബ്സ് താഴേക്കാവുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നു? വോളിയം എന്ന് പറയുന്നത് ഡയഫ്രോം തിരിച്ച് ഒറിജിനൽ പൊസിഷനിലേക്ക് വരുമ്പോൾ ആ ഉണ്ടായിരുന്ന വോളിയം അവിടെ കുറഞ്ഞു. വോളിയം സ്വാഭാവികമായി കുറയുമ്പോൾ അവിടെ എന്ത് ചെയ്യും? പ്രഷർ കൂടുന്നു. അവിടുത്തെ സ്പേസ് കുറയുവാണ് ചെയ്യുന്നത്. അപ്പൊ പ്രഷർ കൂടിയപ്പോൾ ആ എയർ എന്ത് ചെയ്യുന്നു? വേഗം തന്നെ പുറത്തോട്ടാണ് എക്സ്പെൽ ആവുന്നത്. അതാണ് എക്സ്പിരേഷന്റെ സമയത്ത് എയർ ഔട്ടിലേക്ക് പോകുന്നത്. സോ ഈ രണ്ട് വ്യത്യാസങ്ങളും ഈ ടേബിളും നിർബന്ധമായിട്ട് പഠിച്ചു വരിക. ഒരു ഷുവർ ക്വസ്റ്റ്യൻ തന്നെയാണ്.